നമസ്കാരം, ഞാൻ യാസിക്കാണ്. നമ്മളിന്ന് പഠിക്കുന്നത് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന വിഷയമാണ്. നമുക്കറിയാം, കേരള PSC പരീക്ഷയായാലും മറ്റു UPSC പോലെയുള്ള അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏത് പരീക്ഷയായാലും ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. നമുക്ക് അടിസ്ഥാനപരമായിട്ട് എന്താണ് എക്കണോമിക്സ്, എന്താണ് എക്കോണമി എന്നുള്ള വ്യത്യാസം നോക്കാം. എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മൾ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പോലെ, ചരിത്രം, ഭൂമിശാസ്ത്രം എന്നൊക്കെ ചർച്ച ചെയ്യുന്ന പോലെ ഒരു വിഷയമാണ്. അക്കാദമിക് തലത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു വിഷയമാണ് എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. അതായത് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന വിഷയത്തിൽ ആ വിഷയത്തെ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നതാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്നാൽ എക്കോണമി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് സമ്പദ് വ്യവസ്ഥ എന്നാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഈ സാമ്പത്തിക ശാസ്ത്രപരമായ കാര്യങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവന്നിട്ട് ആ രാഷ്ട്രത്തിൻ്റെ ആഭ്യന്തര അതിർത്തി എങ്ങനെ പ്രവർത്തിക്കുന്നു, മറ്റു രാജ്യങ്ങളുമായിട്ട് അതിൻ്റെ ക്രയവിക്രയങ്ങളെല്ലാം എങ്ങനെ നടത്തുന്നു എന്നെല്ലാമുള്ള കാര്യങ്ങൾ പൊതുവേ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ എക്കോണമി എന്ന പേഴ്സ്പെക്റ്റീവിലൂടെ ആയിരിക്കും. സോ എക്കോണമി എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സമ്പദ് വ്യവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഒരു രാജ്യം അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ആകെ തുകയാണ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു സമ്പദ് വ്യവസ്ഥ അത് ക്രമീകരിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ചില വ്യത്യസ്ത സിസ്റ്റങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാകും ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അല്ലെങ്കിൽ സ്റ്റേറ്റ് എക്കോണമി എന്നൊക്കെ. ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ സമ്പദ് വ്യവസ്ഥ അഥവാ അല്ലെങ്കിൽ മറ്റൊരു വാക്കുകളിൽ പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം എന്ന വിഷയം മറ്റു വിഷയങ്ങളെ അപേക്ഷിച്ച് അതിൻ്റെ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് വരുന്നത് കഴിഞ്ഞൊരു 300 വർഷത്തിൻ്റെ ചരിത്രത്തിലാണ്. അപ്പോൾ ആഡം സ്മിത്ത് എന്ന് പറയുന്ന ഒരു സ്കോട്ടിഷ് ഫിലോസഫർ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൽ 1776 പബ്ലിഷ് ചെയ്ത ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഒരു പ്രത്യേക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഫ്രീ മാർക്കറ്റ് എക്കോണമി ആയിട്ടുള്ള ഒരു ലൈസൻസ് ഫെയർ എന്ന് പറയുന്ന ഒരു തത്വം പ്രയോഗത്തിൽ വരുത്തുന്ന, മറ്റു റെഗുലേറ്ററി ബോഡികളുടെ ഇടപെടലുകളൊന്നും ഇല്ലാതെ, പേരെടുത്ത് പറഞ്ഞാൽ സർക്കാർ പോലെയുള്ള സംവിധാനങ്ങളുടെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഇല്ലാതെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ പുസ്തകവും ഇദ്ദേഹം മുന്നോട്ട് വെച്ച ഈ തത്വവുമാണ് ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന രീതിയിലേക്ക് വളർന്നു വരുന്നത്. മുമ്പ് പറഞ്ഞ ലൈസൻസ് ഫെയർ എന്ന് പറയുന്നത് ആ ഒരു വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം അതിൻ്റെ വഴിക്ക് വിടുക, മറ്റു ഇടപെടലൊന്നും ഇല്ലാതെ എക്കോണമിയുടെ വഴിക്ക് വിടുക എന്നുള്ളതാണ് അർത്ഥം. ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഇൻവിസിബിൾ ഹാൻഡ്സ് എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഒരു മാർക്കറ്റ് അതിൻ്റെ ഏറ്റവും ആരോഗ്യകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ ഡിമാൻഡും സപ്ലൈയും എന്ന് പറയുന്ന ഇൻവിസിബിൾ ഹാൻഡ്സ് തന്നെ പ്രവർത്തിച്ചുകൊള്ളും. ഒരു തേർഡ് പാർട്ടിയുടെ, ഒരു പുറത്തുനിന്നുള്ള ഒരാളുടെ സമ്മർദ്ദമോ നിയമങ്ങളോ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ഇതാണ് നമ്മൾ പിന്നീട് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അല്ലെങ്കിൽ മാർക്കറ്റ് എക്കോണമി എന്നൊക്കെ പറയുന്ന ഒരു ഫ്രീ എക്കോണമി ആയിട്ട് വളർന്നു വരുന്നത്. അമേരിക്ക സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അവർ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ കൊണ്ടുവന്നത് ഈ ഒരു സംവിധാനമായിരുന്നു. ശേഷം അമേരിക്കയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയിൽ മറ്റു പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളും ഈ സംവിധാനം കൊണ്ടുവന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് സാമ്പത്തിക വ്യവസ്ഥ നല്ല രീതിയിൽ വളർന്നു എങ്കിലും നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്ന വലിയൊരു സാമ്പത്തിക മാന്ദ്യം നടന്നിരുന്നു 1927-29 വരെയുള്ള കാലഘട്ടങ്ങളിൽ. ഈ സന്ദർഭത്തിൽ ഈ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ആ സാമ്പത്തിക മാന്ദ്യത്തെ, ഗ്രേറ്റ് ഡിപ്രഷനെ മുൻകൂട്ടി കാണാനും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും വലിയ രീതിയിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിക്കും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ചിന്തകർക്കും കഴിഞ്ഞില്ല. സമാനമായ സമയത്ത് USSR എന്ന് പറയുന്ന രാജ്യം, നമുക്കറിയാം ചരിത്രം പഠിക്കുമ്പോൾ റഷ്യൻ റവല്യൂഷനിലൂടെ പഴയ സാർ ചക്രവർത്തിമാരെ ഭരണത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് അവിടെ USSR എന്ന പേരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആരംഭിച്ചിരുന്നു. അവർ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആരംഭിച്ച ഉടനെ USSR ലോകത്ത് ആദ്യമായിട്ടൊരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പദ്ധതി ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സോഷ്യലിസ്റ്റ് ഇക്കോണമിയാണ് അവർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈ റവല്യൂഷൻ കഴിഞ്ഞതോടുകൂടി ലോകത്തിന് മാതൃകയാക്കാൻ കഴിയുന്ന രണ്ടാമത്തെ ഒരു അടിസ്ഥാന സംഭവം, ഒരു സിസ്റ്റം ഓഫ് എക്കണോമിക്സ് വന്നിരുന്നു, ഒരു സിസ്റ്റം ഓഫ് എക്കോണമി വന്നിരുന്നു. സോ ആദ്യം നമ്മൾ പറഞ്ഞു സ്കോട്ടിഷ് ഫിലോസഫറായിട്ടുള്ള ആഡം സ്മിത്തിൻ്റെ ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ട് വളർന്നു വന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്ന ഒരു ലോകവീക്ഷണവും, ഒരു സാമ്പത്തിക കാര്യ ലോകവീക്ഷണവും. ശേഷം USSR എന്ന് പറയുന്ന രാജ്യം സ്ഥാപിതമായതോടുകൂടി ഒരു സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സ്റ്റേറ്റ് എക്കോണമി, അതായത് ആഡം സ്മിത്ത് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സമ്പദ് വ്യവസ്ഥയെ ക്രമീകരിക്കാനും പുനർക്രമീകരിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ തയ്യാറാക്കാനും ഒരു മേൽനോട്ടം എന്ന രീതിയിൽ രാഷ്ട്രമുണ്ടാകും, ഭരണ സംവിധാനം ഉണ്ടാകും എന്നുള്ള ഒരു സോഷ്യലിസ്റ്റ് എക്കോണമി ഉണ്ടായിരുന്നു. ഇതിനെ നമ്മൾ പലപ്പോഴും കമാൻഡ് എക്കോണമി എന്നും പറയും. കാരണം ആ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കമാൻഡ്, ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്കോണമി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് കമാൻഡ് എക്കോണമി എന്നതിനെ പറയുന്നത്.
എന്നാൽ ഈ രണ്ട് സംവിധാനങ്ങളും പിന്നീട് അങ്ങോട്ട് വന്ന ഈ ഗ്രേറ്റ് ഡിപ്രഷനെ മുൻകൂട്ടി കാണുന്നതിൽ താരതമ്യേന പരാജയപ്പെടുകയാണ് ചെയ്തത്. പിന്നീടാണ് രണ്ട് കൂട്ടരും അവരവരുടെ നല്ല വശങ്ങൾ പരസ്പരം ഉൾക്കൊള്ളണം എന്നുള്ള രീതിയിൽ ഒരു മിക്സഡ് എക്കോണമി എന്ന് പറയുന്ന ഒരു സംവിധാനം വളർന്നു വരുന്നത്. ഓസ്കാർ ലാഞ്ചെ പോലെയുള്ള ആളുകളാണ് വലിയ രീതിയിൽ ഇതിന് സപ്പോർട്ട് ചെയ്തിരുന്നത്. സോ നമ്മുടെ എക്കണോമിക്സിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇതാണുള്ളത്. നമ്മുടെ സ്കോട്ടിഷ് ഫിലോസഫറായിട്ടുള്ള ആഡം സ്മിത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകം വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന പുസ്തകം ഒരു ഫ്രീ മാർക്കറ്റ് എക്കോണമിയെ സപ്പോർട്ട് ചെയ്യുന്ന തത്വങ്ങൾ, ലേസസ് ഫെയർ, ഇടപെടൽ ആവശ്യമില്ലാത്ത ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാത്രം മതി, ഇൻവിസിബിൾ ഹാൻഡായിട്ട് അവർ കാര്യങ്ങൾ നോക്കിക്കൊള്ളുമെന്ന് മുന്നോട്ട് വെക്കുന്ന ഒരു വീക്ഷണം. ശേഷം USSR എന്ന് പറയുന്ന രാജ്യം വളർന്നു വരുമ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ഇടപെടൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കമാൻഡ് എക്കോണമി, പഞ്ചവത്സര പദ്ധതി ആദ്യമായിട്ട് കൊണ്ടുവരുന്നതും ഇതേ USSR ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ ശേഷം ഇത് രണ്ടിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, ഗ്രേറ്റ് ഡിപ്രഷനിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന ഒരു മിക്സഡ് എക്കോണമി. ഇതാണ് നമ്മുടെ എക്കണോമിക്സിൻ്റെയും എക്കോണമിയുടെയും ഒരു ചരിത്രം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി നമ്മൾ ഇന്ത്യൻ എക്കോണമിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ എക്കോണമി എന്ന് മാത്രമല്ല ലോകത്തുള്ള ഏത് എക്കോണമിയും ആ എക്കോണമിയിൽ മെജോറിറ്റി എന്ത് പ്രവൃത്തിയാണോ നടത്തുന്നത്, എന്ത് പ്രക്രിയയാണോ അതിനകത്ത് കൂടുതൽ നടക്കുന്നത് എന്നുള്ള രീതിയിൽ ആ എക്കോണമിയെ വിവിധ പേരുകളിൽ തരംതിരിക്കുന്നതാണ്. നമ്മൾ പ്രാഥമികമായിട്ട് വിവിധ സെക്ടറുകളായിട്ട് എക്കോണമിയെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പ്രൈമറി സെക്ടർ എന്നാണ് വിളിക്കുക. ഈ പ്രൈമറി സെക്ടർ എന്ന് വിളിക്കുന്നതിന് പ്രധാന കാരണം പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ചൂഷണം ചെയ്ത് നേരിട്ട് ഉപയോഗിച്ച് അതുവഴി ഒരു സമ്പദ് വ്യവസ്ഥ പ്രവർത്തിക്കുകയാണ് എങ്കിൽ നമ്മളതിനെ പ്രൈമറി സെക്ടർ എന്നാണ് വിളിക്കുന്നത്. സോ പ്രൈമറി സെക്ടറിൽ അടിസ്ഥാനപരമായിട്ട് വരുന്നത് അഗ്രികൾച്ചറാണ്, കൃഷിയും അനുബന്ധ കാര്യങ്ങളുമാണ്. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതാണ് പ്രൈമറി സെക്ടർ എന്ന് വിളിക്കുന്നത്. അതായത് പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ചൂഷണം ചെയ്ത് നേരിട്ട് ഉപയോഗിച്ച് അതുവഴി ഒരു സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രൈമറി സെക്ടർ ആയിട്ടുള്ള ഒരു എക്കോണമി എന്നാണ് പറയുക. ഇനി കണക്കുകൾ നോക്കുമ്പോൾ ഒരു രാജ്യത്തെ നമുക്ക് അഗ്രികൾച്ചറൽ എക്കോണമി എന്ന് വിളിക്കണമെങ്കിൽ, ഒരു കാർഷിക രാഷ്ട്രം എന്ന് വിളിക്കണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ മൊത്തം ദേശീയ വരുമാനത്തിലേക്ക് 50% ആ സെക്ടറിൽ നിന്ന് കോൺട്രിബ്യൂഷൻ, സംഭാവന വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ രാജ്യത്തെ എന്ത് ചെയ്യാം, അഗ്രികൾച്ചർ എക്കോണമി എന്ന് വിളിക്കാം. എന്നാൽ ഇന്ത്യയുടെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം GDP ഈ പാഠങ്ങളിൽ നമ്മൾ പഠിക്കും. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ദേശീയ വരുമാനത്തിലേക്ക് ഇന്നേ വരെ ഇന്ത്യയുടെ അഗ്രികൾച്ചർ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം, ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷം ഇന്നേ വരെ നമ്മുടെ അഗ്രികൾച്ചറിൽ നിന്ന് നമുക്ക് 50% GDPയിലേക്ക് സംഭാവന കിട്ടിയിട്ടില്ല. പരമാവധി 20% അല്ലെങ്കിൽ 15%, 14%, 20% വരെയെല്ലാം വ്യത്യസ്ത അളവുകളിൽ കിട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഒരു കാർഷിക രാഷ്ട്രം അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ കൺട്രി എന്ന് വിളിക്കാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നാൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തെ ലേബർ ഫോഴ്സിൻ്റെ 50%-ലധികവും ആളുകൾ ഇപ്പോഴും ജോലി ചെയ്യുന്നത് ഈ പ്രൈമറി സെക്ടറിലാണ്, ഈ പ്രാഥമിക മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഒരു കൃഷി രാഷ്ട്രമാണ്, ഒരു കാർഷിക രാഷ്ട്രമാണ്, ഒരു അഗ്രേറിയൻ എക്കോണമിയാണ് എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. കാരണം നമ്മുടെ ലേബർ ഫോഴ്സിൻ്റെ 50% അതിലധികവും ഇപ്പോഴും ഈ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സെക്ടറാണ് സെക്കൻഡറി സെക്ടർ എന്ന് വിളിക്കുന്നത്. ഇതിനെ പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നാണ് വിളിക്കുക. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞു, പ്രൈമറി സെക്ടറിൽ അടിസ്ഥാനപരമായി സംഭവിക്കുന്നത് പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ചൂഷണം ചെയ്ത് സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ സെക്കൻഡറി സെക്ടറിലേക്ക് വരുമ്പോൾ പ്രൈമറി സെക്ടറിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ നമ്മൾ റിസോഴ്സായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് സെക്കൻഡറി സെക്ടറിൽ കാര്യങ്ങൾ നടത്തുന്നത്. പ്രധാനമായിട്ടും ഇൻഡസ്ട്രി, അതുകൊണ്ടാണ് ഇതിനെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത്. ഇന്ത്യയുടെ കാര്യം പരിശോധിക്കുമ്പോൾ ഇന്നേ വരെ ഇന്ത്യയുടെ GDPയിലേക്ക്, ദേശീയ വരുമാനത്തിലേക്ക് സെക്കൻഡറി സെക്ടർ ലേബർ ഫോഴ്സിൻ്റെ കാര്യമായാലും ദേശീയ വരുമാനത്തിൻ്റെ കാര്യമായാലും 50% സംഭാവന നൽകിയിട്ടില്ല. ദേശീയ വരുമാനത്തിൻ്റെ കാര്യത്തിൽ 20%-ഉം 22%-ഉമാണ് സംഭാവനയെങ്കിൽ ലേബർ ഫോഴ്സിൻ്റെ കാര്യത്തിലും സമാനമായ 20%, 22% പോലെയാണ് സംഭാവനകൾ നൽകുന്നത്. ഓക്കെ. മൂന്നാമത്തെ ഒരു സെക്ടറാണ് ടെറിഷ്യറി സെക്ടർ എന്ന് വിളിക്കുന്നത്. ഇതിനെ സർവീസ് സെക്ടറും എന്ന് വിളിക്കും. കാരണം സർവീസുകളാണ് ഇതിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക ക്രയവിക്രയങ്ങൾ എന്ന് പറയുന്നത്. ബാങ്കിങ് പോലെയുള്ള, ഇൻഷുറൻസ് പോലെയുള്ള, ടെലികമ്മ്യൂണിക്കേഷൻസ് പോലെയുള്ള മേഖലകളാണ് സർവീസ് സെക്ടറിൽ വരുന്നത്. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന പരിശോധിക്കുകയാണെങ്കിൽ സർവീസ് സെക്ടറിൽ നിന്നാണ് നമുക്ക് 50%-ഉം ദേശീയ വരുമാനം ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതായത് സമ്പത്തിൻ്റെ കാര്യത്തിൽ, ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവനയുടെ കാര്യത്തിൽ ഇന്ത്യ ഒരു സർവീസ് എക്കോണമിയാണ്. എന്നാൽ ഇവിടെ ലേബർ ഫോഴ്സ്
അവരുടെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 20-22% ഒക്കെയാണ് പരമാവധി ഇവിടെ വരുന്നത്. 25-30% പോലെയാണ് പല വർഷങ്ങളിലും കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ കണക്കുകൾ നമ്മൾ പഠിക്കും, ഡാറ്റ വെച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ലേബർ ഫോഴ്സിന്റെ കാര്യത്തിൽ ഇന്ത്യ ഒരു പ്രൈമറി സെക്ടർ ബേസ്ഡ് എക്കോണമിയാണ്, അഗ്രേറിയൻ എക്കോണമിയാണ്. കാരണം 50%-ലധികം ആളുകൾ ഇപ്പോഴും പ്രൈമറി സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്. ദേശീയ വരുമാനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ഒരു സർവീസ് എക്കോണമിയാണ്. കാരണം 50%-ലധികവും ദേശീയ വരുമാനം നമുക്ക് ലഭിക്കുന്നത് സർവീസ് സെക്ടറിൽ നിന്നാണ്. കാര്യങ്ങൾ മനസ്സിലായല്ലോ. സോ ഇതാണ് നമ്മുടെ എക്കണോമിക്സിൽ നിന്ന് എക്കോണമി എന്ന് പറയുന്ന വിഷയത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു എക്കോണമിയെ പ്രധാനമായിട്ടും നമുക്ക് 3ആയി തരംതിരിക്കാം. നമ്മൾ പറഞ്ഞു, ആഡം സ്മിത്തിൻ്റെ സംഭാവനകളിലൂടെ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി വികസിച്ചു വന്നു. പിന്നീട് USSR ലോകത്തിലേക്ക് ആദ്യമായിട്ടൊരു സോഷ്യലിസ്റ്റ് എക്കോണമി പ്രദാനം ചെയ്തു. ശേഷം രണ്ടിൽ നിന്നുമുള്ള പാഠങ്ങൾ പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മിക്സഡ് എക്കോണമിയായി വളരുന്നു. ഇന്ന് ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളും മിക്സഡ് എക്കോണമിയാണ്. പക്ഷേ മിക്സഡ് എക്കോണമി ആണ് എങ്കിലും ഏതെങ്കിലും ഒരു വശത്തേക്കുള്ള ഒരു ചായ്വ് നമുക്ക് കാണാൻ കഴിയും. ഓരോ പ്രത്യേക നിലപാടിലുള്ള പ്രത്യേക തത്വശാസ്ത്രത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുമ്പോഴും മിക്സഡ് എക്കോണമി എന്ന് പറയുന്ന അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് ഒന്നുകിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് സൈഡിലേക്കോ അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് സൈഡിലേക്കോ ഉള്ള ഒരു ചായ്വാണ് നമുക്കിന്ന് കാണാൻ കഴിയുക. ഒട്ടുമിക്ക രാജ്യങ്ങളും ഇപ്പോഴും, ഭൂരിപക്ഷ രാജ്യങ്ങളും ഇപ്പോഴും മിക്സഡ് എക്കോണമി തന്നെയാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എക്കണോമിക്സിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സെഷൻ എന്ന് പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.